വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ഈസ്. ഇന്ന് ക്ലാസ് 8 ബേസിക് സയൻസിലെ ഫിസിക്സ് ടോപ്പിക്കുമായി ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മോഡലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ 8ാം ക്ലാസ്സിന് ബേസിക് സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 20 മാർക്കിനാണ് എക്സാം. അപ്പം നമുക്ക് ആദ്യം ഫിസിക്സ് സബ്ജക്റ്റിലോട്ട് കിടക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10-16 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്നും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്നും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്, എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? എന്താണ്? ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഈസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. എന്താണ്? ഒബ്ജക്റ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന എന്താണ് ഒരു ഫോഴ്സ്. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ, പരസ്പരം കോണ്ടാക്ട് ബിറ്റ്വീൻ, എന്തൊക്കെ തമ്മിൽ, ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് ഈസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. എക്സാമ്പിളായിട്ട് നമ്മൾ പുഷിങ് എ ട്രോളി, ഇല്ലേ, ഒരു ട്രോളി പുഷ് ചെയ്യുന്നതൊക്കെ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സിന് ഉദാഹരണമാണ്. ഓക്കെ, പിന്നെന്താണ്? അപ്ലൈയിങ് ബ്രേക്ക് ഇൻ എ ബൈസൈക്കിൾ, ഒരു ബൈസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, അതൊക്കെ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സിന് ഉദാഹരണമാണ്. ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെല്ലിൽ നിന്ന് നമ്മൾ എന്താണ്? വാട്ടർ കോരിയെടുക്കുന്നു, അല്ലേ, തൊട്ടിയിൽ വെള്ളം കോരിയെടുക്കുന്നു, ഇതൊക്കെ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. ഇനി എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് കോണ്ടാക്ട് ഓൺ ഇറ്റ് ഈസ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതിന് ഉദാഹരണം നമ്മുടെ എർത്ത് റിവോൾവിങ് അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും കടന്ന് എന്താണ്? ഭൂമി കറങ്ങുന്നത്, അവിടെ പ്രത്യേകിച്ച് ഒരു കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, എ മാംഗോ ഫാളിങ് ഫ്രം എ മാംഗോ ട്രീ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എ മാംഗോ ഫാളിങ് ഫ്രം എ മാംഗോ ട്രീ എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സിനൊക്കെ ഉദാഹരണമാണ്. ഓക്കെ, സെക്കൻഡ് ചോദ്യം, ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ടു റീറ്റെയിൻ ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡാഷ്. എന്താണ്? ദ എബിലിറ്റി ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, അതായത് മാഗ്നറ്റിക് സബ്സ്റ്റൻസസിൻ്റെ ഒരു എബിലിറ്റി, കഴിവ്, ടു റീറ്റെയിൻ ദ മാഗ്നറ്റിക് സ്ട്രെങ്ത്, നേരെ അത് എന്താണ്? റീറ്റെയിൻ ചെയ്യുക, അത് നേടിയെടുക്കുക, മാഗ്നറ്റിക് സ്ട്രെങ്ത് നേടിയെടുക്കുന്നു, ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഡാഷ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഈസ് റിറ്റൻറ്റിവിറ്റി. അപ്പോൾ വാട്ട് ഈസ് റിറ്റൻറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഇത് എഴുതാനായിട്ട് പറ്റും. തേർഡ് ചോദ്യം, ദ മെറ്റീരിയൽ സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് ദ കേസ് ഓഫ് എ മാഗ്നറ്റിക് നീഡിൽ ഈസ് ഡാഷ്. എന്താണ്? ദ മെറ്റീരിയൽ സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് ദ കേസ് ഓഫ് മാഗ്നറ്റിക് നീഡിൽ ഈസ് എന്താണ്? അലൂമിനിയം. അടുത്തത്, എ ഈസ് ദ ഡാഷ് ഓഫ് എ മിറർ. നമുക്ക് അവിടെ ഒരു മിററിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ട് എ എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. ആ എ എന്ന് പറഞ്ഞാൽ ആ മിററിൻ്റെ എന്താണ് മിററിൻ്റെ പോളാണ് കേട്ടോ, പോൾ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് സ്പെരിക്കൽ മിറർ ഓൾവേസ് ഗീവ് ആൻ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് ഇറക്റ്റും ഡിമിനിഷ്ഡും ആയിട്ടുള്ള സ്പെരിക്കൽ മിറർ ഏതാണ്? കോൺവെക്സ് മിറർ. അടുത്ത ആറാമത്തെ ചോദ്യം, സ്ഥിരം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. നോക്കിക്കോണേ, അത് നോക്കിയേ, 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ഫിഗേഴ്സിൽ ഏത് ഫിഗറാണ് കറക്റ്റ്? നിങ്ങൾ ഓർത്ത് വെച്ചോണം, അതിൽ സി ആണ് കറക്റ്റ്. ഇങ്ങനെ രണ്ട് സൈഡിലോട്ട്, സൗത്ത് നോർത്ത്, അതിങ്ങനെ എന്താണ് നീഡിൽ ഇങ്ങനെ 2 സൈഡിലോട്ട് പോയിരിക്കുന്ന ആ ഒരു പിക്ചർ ആയിരിക്കും എപ്പോഴും കറക്റ്റ് കേട്ടോ. അടുത്ത ഏഴാമത്തത്, ലൂബ്രിക്കൻസ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് എ സോളിഡ് ലൂബ്രിക്കൻറ്റ്. ഒരു സോളിഡ് ലൂബ്രിക്കൻറ്റിന് ഉദാഹരണം എഴുതുക. എന്താണ്? ഗ്രാഫൈറ്റ്. നമുക്കറിയാം, നമ്മുടെ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലൂബ്രിക്കൻസ് ഒക്കെ, നമ്മളിപ്പോൾ സൈക്കിളിലൊക്കെ ആണെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിൽ ഗ്രീസൊക്കെ പുരട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജനലിലോ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഇങ്ങനെ നല്ല ടൈറ്റ് ആകുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ തേച്ച് കൊടുക്കുന്നതൊക്കെ എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കാനാണ്. അപ്പോൾ അതിന് പറയുന്നതാണ് ലൂബ്രിക്കൻസ്. അപ്പോൾ ലൂബ്രിക്കൻസിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ, ഗ്രീസ്, ഇപ്പോൾ പറഞ്ഞ ഗ്രാഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തോ ലൂബ്രിക്കൻ്റ് ആണ്, അതൊരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പെർമിയബിലിറ്റി. എന്തിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്? ദ എബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു പാസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ദം ഈസ് കോൾഡ് പെർമിയബിലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ എബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു പാസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ദം ഈസ് കോൾഡ് പെർമിയബിലിറ്റി. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രിങ്ക് ജ്യൂസ് യൂസിങ് എ സ്ട്രോ ബിക്കോസ് ഓഫ് ഡാഷ്. നമുക്ക് സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് നമ്മൾ കുടിക്കാൻ സാധിക്കുന്നു. അത് എന്ത് കാരണത്താലാണ്? ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ.
അടുത്ത ചോദ്യം കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു. കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും അതിന് ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് കോണ്ടാക്ട്, ഏതൊക്കെയാണ് നോൺ കോണ്ടാക്ട് എന്ന് എഴുതുക. ഫസ്റ്റ് വൺ, ലൈക്ക് പോൾസ് റിപ്പൽ. എന്താണ് ലൈക്ക് പോൾസ് റിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ പോളുകൾ എന്ത് ചെയ്യത്തില്ല, തമ്മിൽ അട്രാക്ട് ചെയ്തില്ല. അതായത് നോർത്തിനെ സൗത്ത് ആണ് അട്രാക്ട് ചെയ്യുന്നത്, അല്ല നോർത്തിനെ നോർത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അട്രാക്ട് ചെയ്തില്ല, അത് റിപ്പൽ ചെയ്താണ് പോകുന്നത്. അത് ഏത് തരം കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് ചോദിച്ചാൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അടുത്തത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, പുഷിങ് എ ട്രോളി, അതെന്താണ് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എ ഡോർ ഈസ് പുഷ്ഡ് ഓപ്പൺ. അപ്പോൾ ആ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഡോറും എന്താണ് അവിടെ ഒരു ഫോഴ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട്, ഒരു കോണ്ടാക്റ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോർ ഈസ് പുഷ്ഡ് ഓപ്പൺ ആണെങ്കിൽ അത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. മാംഗോ ഫാളിങ് ഡൗൺ ഫ്രം എ മാംഗോ ട്രീ, അതെന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അടുത്ത 11ാമത്തെ ചോദ്യം, സജസ്റ്റ് 3 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്, ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടുള്ള 3 മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. Increase the number of turns in the coil. Second one, increase the strength of current. Third one, increase the cross section of the soft iron placed inside the coil. These are the main important points of increase the strength of ഇലക്ട്രോമാഗ്നറ്റ്സ്. അടുത്ത 12ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റീസൺസ്, കാരണങ്ങൾ എഴുതാനാണ്. ഫസ്റ്റ് ചോദ്യം, ദ ഫ്രണ്ട് എൻഡ് ഓഫ് എ ബോട്ട് ആൻഡ് എയറോപ്ലെയിൻ ആർ സ്പെഷ്യലി ഡിസൈൻഡ്. ഇല്ലേ, നമ്മളൊരു ബോട്ട് നോക്കുകയാണെങ്കിൽ ബോട്ടിൻ്റെ ഒക്കെ ഫ്രണ്ട് എൻഡും എയറോപ്ലെയിൻ്റെ ഫ്രണ്ട് എൻഡും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ടു ഡിക്രീസ് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അടുത്ത ബി ചോദ്യം, മൗണ്ടനേഴ്സ് വിയർ സ്പെഷ്യലി ഡിസൈൻഡ് സ്യൂട്ട്സ്. അതായത് മൗണ്ടനിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർ പ്രത്യേക തരത്തിലുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള സ്യൂട്ടുകളൊക്കെയാണ് ധരിക്കുന്നത്. അതിന് കാരണം, ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, അതായത് ഓൾട്ടിറ്റ്യൂഡ് മീൻസ് എന്താണ്, ഉയരം കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ ചെയ്യുന്നത്, കുറയുവാണ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ബ്ലഡ് വെസൽസ് ഇൻ ദ ബോഡി എക്സ്പീരിയൻസസ് മോർ പ്രഷർ. അതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസ് എന്താണ്, കൂടുതൽ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ഗെറ്റ് ബ്രോക്കൺ ഇൻ ഓർഡർ ഓഫ് ദ കൗണ്ടർ ദ എഫക്റ്റ് ഓഫ് പ്രഷർ മൗണ്ടേഴ്സ് വി ആർ സ്പെഷ്യലി ഡിസൈൻഡ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് പല തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുകയും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് വെസൽസിൽ കൂടുതൽ പ്രഷർ ഉണ്ടാകുമ്പോൾ അത് ആൻഡ് ഗെറ്റ് ബ്രോക്കൺ, അതെന്താണ്, നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇൻ ഓർഡർ ടു കൗണ്ടർ ദ എഫക്റ്റ് ഓഫ് പ്രഷർ മൗണ്ടേഴ്സ് വെർ സ്പെഷ്യലി ഡിസൈൻഡ് സ്യൂട്ട്സ്. അതുകൊണ്ടാണ് അത് പ്രത്യേക തരത്തിലുള്ള സ്യൂട്ടുകളൊക്കെ അത് അവർ ധരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. അടുത്തത്, മാച്ച് ദ ഫോളോയിങ്. എ ബി സി കൊടുത്തിട്ടുണ്ട്. എയിൽ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഞാൻ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ അങ്ങ് എഴുതി പോയിരിക്കുകയാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അത് അളക്കുന്ന ഇതാണ് ബാർ എന്ന് പറയുന്നത്. അതിൻ്റെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അടുത്ത ലൂബ്രിക്കൻറ്റ്, കുറച്ച് മുമ്പേ പറഞ്ഞുള്ളൂ, അത് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനൊരു എക്സാമ്പിളാണ് കോക്കനട്ട് ഓയിൽ. അടുത്ത മാഗ്നറ്റുമായി ബന്ധപ്പെട്ടതാണ് ലൈക്ക് പോളും അൺലൈക്ക് പോളും. ഇപ്പം മാഗ്നറ്റിൽ ലൈക്ക് പോൾസ് ആണെങ്കിൽ എന്താണ്, റിപ്പൽഷൻ ആയിരിക്കും. മാഗ്നറ്റ് അൺലൈക്ക് പോൾസ് ആണെങ്കിൽ എന്തായിരിക്കും, അത് അട്രാക്ഷൻ ആയിരിക്കും. അടുത്ത ചോദ്യം, എ റേ ഓഫ് ലൈറ്റ് ഈസ് 14th ക്വസ്റ്റ്യൻ. എ റേ ഓഫ് ലൈറ്റ് ഈസ് incident on the pole of a concave mirror at an angle of 30 degree with the principal axis. What will be the angle between the incident ray and the reflector ray? Justify your answer. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, a ray of light is incident on the pole of a concave mirror at an angle. അവിടെ ആംഗിൾ ഉണ്ടായിരിക്കുന്നത് 30 ഡിഗ്രി ആണ് വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ്. വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റർ റേ? ഞാൻ അവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്, നോക്കിക്കേ. ഇൻസിഡൻറ്റ് റേ, അതായത് അവിടെ നിന്ന് എന്താണ്, ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ആ പോളിൽ നിന്ന് അല്ലെ ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റർ റേയും കൂട്ടിമുട്ടുന്ന ഭാഗം കണ്ടോ, ആ കൂട്ടിമുട്ടുന്ന ഭാഗത്തിന് മുകളിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അവിടുന്ന് ലൈറ്റ് വരുന്ന പാത അതറിയപ്പെടുന്നത് ഇൻസിഡൻറ്റ് റേ. പിന്നെന്താണ്, അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന അതാണ് റിഫ്ലക്റ്റർ റേ. പിന്നെ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് എന്ത്, നോർമൽ എന്നറിയപ്പെടുന്നത്. പിന്നെ ഞാനിവിടെ IR എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, അവിടെ I എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ആ ആംഗിൾ അറിയപ്പെടുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കേട്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നറിയപ്പെടുന്നു.
അറിയപ്പെടുന്നു. അവിടെ ആർ എന്നറിയപ്പെടുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഐയും ആറും. ആ ഐയും ആറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഐ എത്രയാണ്? ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒന്ന് 30 ആണെങ്കിൽ മറ്റേത് 30 ആണ്. 30 + 30 എത്ര വരും? നമ്മുടെ ടോട്ടൽ ആൻസർ അവിടെ ഉണ്ടാകുന്ന വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ എന്താണ്? 30 + 30 = 60 ഡിഗ്രി. അതുകൊണ്ടാണ് സാർ അവിടെ സൈൻ ഐ = സൈൻ ആർ. അപ്പോൾ ഐ + ആർ = 30 + 30 = 60 ഡിഗ്രി എന്ന് ജസ്റ്റിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്. അടുത്തത് 15ാമത്തെ ചോദ്യം. കോപ്പി ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ദ ഡയഗ്രാം ബൈ ഡ്രോയിങ് ദ പാത്ത് ഓഫ് ദ റിഫ്ലക്റ്റർ റേ. കണ്ടോ? അവിടെ നമ്മൾ എന്താണ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ആ മിററിൻ്റെ ബേസിൽ അവിടെ എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചറും എന്താണ് എഫും പിന്നെ പി പ്രിൻസിപ്പൽ ആക്സിസും ഒക്കെ കൊടുത്തിരിക്കുന്നു. അപ്പം ആ ഫോക്കസിലൂടെ ആയിരിക്കും ഏത് പാത്തിലൂടെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ മുകളിൽ നിന്നുള്ള ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് ഞാനത് റെഡ് ഇങ്കിൽ വരച്ചിരിക്കുന്നത് ബാക്കി ക്വസ്റ്റ്യനിലുള്ളതാണ്. അത് ആ ഫോക്കസിലൂടെ ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അടുത്ത ലാസ്റ്റ് ചോദ്യം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ സസ്പെക്റ്റബിലിറ്റി ബിറ്റ്വീൻ അയൺ ആൻഡ് സ്റ്റീൽ? സസ്പെക്റ്റബിലിറ്റിയുടെ കേസിൽ അയണിൻ്റെയും സ്റ്റീലിൻ്റെയും വ്യത്യാസം എന്താണ്? സ്റ്റീലിന് എന്താണ് സസ്പെക്റ്റബിലിറ്റി? കുറവായിരിക്കും. അയണിന് എന്തായിരിക്കും? സസ്പെക്റ്റബിലിറ്റി എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റീലിനാണെങ്കിൽ ലോ സസ്പെക്റ്റബിലിറ്റി ആൻഡ് അയണിന് എന്താണ്? ഹൈ സസ്പെക്റ്റബിലിറ്റി. നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ സസ്പെക്റ്റബിലിറ്റിയും റിറ്റൻറ്റിവിറ്റിയും ഒക്കെ എന്താണെന്ന് അറിയാമായിരിക്കും. എന്താണ് സസ്പെക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ? ദ എബിലിറ്റി ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സസ്പെക്റ്റബിലിറ്റി. റിറ്റൻറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ ദ മാഗ്നറ്റിസം ദസ് അക്വേർഡ്. വീണ്ടും ആ മാഗ്നറ്റിസത്തിൻ്റെ അത് റീറ്റെയിൻ ചെയ്യുന്നതാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ റിറ്റൻറ്റിവിറ്റി വെരി ലോ ആയിട്ടുള്ളത് ഏതാണ്? അത് ഓർത്ത് വെച്ചോണം. സസ്പെക്റ്റബിലിറ്റി ലോ ആയിട്ടുള്ളത് സ്റ്റീലും സസ്പെക്റ്റബിലിറ്റി കൂടുതലുള്ളത് അയണുമാണ്. എന്നാൽ റെറ്റിൻറ്റിവിറ്റിയുടെ ലോ ഏതാണ്? സ്റ്റീലാണ് കേട്ടോ. റെറ്റിൻറ്റിവിറ്റി വളരെ ലോ ഏതാണ്? സ്റ്റീലാണ്. അതുപോലെ റെറ്റിൻറ്റിവിറ്റി ലോ ഉള്ളത് സ്റ്റീലും റെറ്റിൻറ്റിവിറ്റി ഹൈ ഉള്ളത് ഏതാണ്? ഹൈ ഉള്ളത് ഏതായിരിക്കും? അപ്പോൾ റെറ്റിൻറ്റിവിറ്റി ലോ ഉള്ളത് ഏതാണ്? റെറ്റിൻറ്റിവിറ്റി ലോ ഉള്ളത് സോഫ്റ്റ് അയണും റെറ്റിൻറ്റിവിറ്റി എന്താണ് ഹൈ ഉള്ളത് സ്റ്റീലും ആയിരിക്കും. നമ്മുടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റോ. നിങ്ങൾ ഒന്നുകൂടെ കൺഫ്യൂഷൻ ആവണ്ട. സസ്പെക്റ്റബിലിറ്റി ലോ ഉള്ളത് സ്റ്റീലാണെങ്കിൽ എന്താണ്? സസ്പെക്റ്റബിലിറ്റി ഹൈ ഉള്ളത് അയൺ സോഫ്റ്റ് അയൺ ആണ്. എന്നാൽ റെറ്റിൻറ്റിവിറ്റി ലോ ഉള്ളത് സോഫ്റ്റ് അയൺ ആണെങ്കിൽ റെറ്റിൻറ്റിവിറ്റി എന്താണ്? ഹൈ ഇതുള്ളത് ഏതാണ്? റെറ്റിൻറ്റിവിറ്റി ഹൈ ഉള്ളത് ഏതായിരിക്കും? സ്റ്റീലായിരിക്കും. ഓക്കെ നിങ്ങൾ ക്ലാസ് നന്നായിട്ട് കാണുക. നമുക്കിനിയും ബയോളജിയുടെയും കെമിസ്ട്രിയുടെ ഒക്കെ ക്വസ്റ്റ്യനായിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.